ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം വലിയ നോമ്പ് 5-ാം ഞായർ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 44 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷം. നമുക്കറിയാം, ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവമാണ് ഈ അധ്യായത്തിൽ. യേശു ചെയ്ത അത്ഭുതങ്ങളിൽ 7 എണ്ണമാണ്. അത്ഭുതങ്ങളെന്ന് യോഹന്നാൻ വിളിക്കില്ല, 7 അടയാളങ്ങളാണ് യോഹന്നാൻ. യേശു ചെയ്ത 7 അടയാളങ്ങൾ അല്ലെങ്കിൽ 7 അത്ഭുതങ്ങളാണ് യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് അവതരിപ്പിക്കുന്നത്. ആ 7 അടയാളങ്ങളിൽ 7-ാമത്തെ അടയാളമാണ് ലാസറിന് ഉയർപ്പിക്കുന്നത്. എന്തിനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്? അവൻ്റെ ഒരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്: ഞാൻ വന്നത് ജീവൻ നൽകാനാണ്, സമൃദ്ധമായ ജീവൻ. ഏതെങ്കിലും ജീവനല്ല, സമൃദ്ധമായ ജീവൻ. അനശ്വര ജീവന് കർത്താവ് കൊടുക്കുന്ന മറ്റൊരു വാക്കാണ് സമൃദ്ധമായ ജീവൻ. പെട്ടെന്ന് ഞാനൊരു ഉദാഹരണം പറയാം. നമുക്ക് ഈ ലോകത്തിൽ എല്ലാ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടെന്ന് വിചാരിക്കുക. എല്ലാം നമ്മൾ വിചാരിക്കുന്ന എല്ലാം, നല്ല ആരോഗ്യം, ഇഷ്ടംപോലെ സമ്പത്ത്, നല്ല കാറ്, നല്ല ജോലി, ബാങ്ക് ബാലൻസ്, ഭൂമി, എല്ലാം സൗകര്യങ്ങളുണ്ടെന്ന് വിചാരിക്കുക. എന്നാലൊക്കെ പൂർണ്ണ തൃപ്തി വരുമോ? ഇല്ല. കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഈ അനശ്വര ജീവൻ കിട്ടുന്നത് വരെ, അത് ദൈവം നമുക്ക് ജീവനായി വരുന്നത് വരെ നമ്മളൊന്നുകൊണ്ടും തൃപ്തപ്പെടുന്നില്ല, തൃപ്തിയാകുന്നില്ല. ആ ദൈവം തന്നെ നമുക്ക് ജീവനായി വരുന്നതിനെയാണ് സമൃദ്ധമായ ജീവൻ എന്ന് പറയണേ. ജീവശാസ്ത്രപരമായ ജീവൻ, അതീതമായ ജീവൻ. ബിയോസ് ആണ് ഗ്രീക്കിൽ. ബയോളജി നമ്മൾ പറയും. അത് ജീവശാസ്ത്രപരമായ ജീവൻ, ബയോളജി, ജീവശാസ്ത്രം. ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് സൊയെ എന്നാണ്. സൊയെ, ബയോസോ ബിയോസോ ഒന്നുമല്ല, സൊയെ. അതായത് മരണത്തിൻ്റെയും അഴുകലിൻ്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവൻ. അത് നൽകാനാണ് ക്രിസ്തു വന്നത്. ജീവശാസ്ത്രപരമായ ജീവൻ അതീതമായ പുതിയ ജനസിലുള്ള ജീവൻ, മരണത്തിൻ്റെയും അഴുകലുടെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവൻ, അത് നൽകാൻ വേണ്ടിയാണ് കർത്താവ് വന്നത്. ഞാൻ വന്നത് ജീവൻ നൽകാനാണ്, സമൃദ്ധമായ ജീവൻ നൽകാൻ. യോഹന്നാൻ 10:10. ആ ജീവൻ നൽകുന്നു, അവൻ നൽകാൻ കഴിവുള്ളവനാണ്, നൽകുന്നു എന്ന് ഒരു സംഭവത്തിലൂടെ, ഒരു അത്ഭുതത്തിലൂടെ, ഒരു അടയാളത്തിലൂടെ ആവിഷ്കരിക്കുകയാണ് ഈ ലാസറിനെ ഉയർപ്പിക്കുന്നതിലൂടെ. ഇങ്ങനെ ഉയർപ്പിക്കുന്ന അടയാളത്തിലൂടെ സംഭവിക്കുന്നത് എന്താണ്? ഈ ലാസർ ഉയർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് കർത്താവിന് ശിഷ്യന്മാരായി. അപ്പോൾ ജനത്തിന് വേണ്ടി ഒരാളെ കൊന്നു കളയണമെന്ന് മതകോടതി, സാൻഹദ്രിൻ സംഘം, യഹൂദരുടെ മതകോടതി തീരുമാനിക്കുക. ഈ അധ്യായത്തിൽ തന്നെ 11-ാമത്തെ അധ്യായത്തിൽ 45 മുതൽ 53 വായിച്ച കാണാം. ലാസറിനെ ഉയർപ്പിച്ച ആ സംഭവത്തിന് ലോകം കൊടുക്കുന്ന പ്രതികരണം എന്ന് പറയുന്നത് ഈശോയെ കൊല്ലാനാണ്. അവനെ കൊന്നു കളയുക. ലോകം മുഴുവൻ്റെ പിന്നാലെ പോയി. നമ്മളും ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? അവന് കൊന്നു കളയുക. അപ്പോൾ കർത്താവ് ജീവൻ കൊടുക്കുന്ന പ്രക്രിയയിൽ അവൻ കൊല്ലപ്പെടുകയാണ്. അതായത് ഏറ്റവും ക്രൂരമായ അവിശ്വാസത്തിൻ്റെ ഒരു പ്രതികരണമാണ് നമ്മൾ കാണുന്നത്. അത് ശരിയുമാണ്. പക്ഷെ എന്നിട്ടും മനുഷ്യൻ്റെ കൂടെ നിൽക്കാൻ, മനുഷ്യന് പുതുജീവൻ നൽകാൻ ദൈവം തീരുമാനിക്കുന്നു. കാരണം ജനത്തിന് വേണ്ടി ഒരുത്തൻ മരിക്കണമായിരുന്നു. ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ ഒരുത്തനെ കൊല്ലുക എന്ന് ഈ കയഫാസ് പറഞ്ഞെങ്കിലും അത് വേണമായിരുന്നു. അവൻ ഉദ്ദേശിച്ചത് കൊന്നുകളയാനാണ്. പക്ഷെ കർത്താവ് ഉദ്ദേശിച്ചത് എന്താണ്? ദൈവ ഉദ്ദേശം എന്താണ്? ജനത്തിന്റെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത്, അവരുടെ മരണശിക്ഷ ഏറ്റെടുത്ത് ഒരാൾ ജനത്തിന് വേണ്ടി മരിക്കണമായിരുന്നു. എങ്കിലേ ജനത്തെ മരണശിക്ഷയിൽ നിന്ന്, പാപത്തിന്റെ ശിക്ഷയായ മരണശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുള്ളൂ. അപ്പൊ ഈ കയഫാസ് യേശുവിനെ കൊന്നു കളയണമെന്ന് തീരുമാനിച്ചെങ്കിലും ദൈവമാണ് ശരിക്കും തീരുമാനിച്ചിരുന്നത്. അതായത് ജനത്തിന്റെ പാപത്തിനുള്ള ശിക്ഷ എന്താണ്? മരണശിക്ഷയാണ്. പാപത്തിന്റെ വേദന മരണമാണ്. ആ മരണശിക്ഷയിൽ നിന്ന് ജനത്തെ മാറ്റി നിർത്തണമെങ്കിൽ അവരുടെ ആ മരണശിക്ഷ വഹിക്കാൻ ഒരാളെ തയ്യാറാകണം. അത് ദൈവം പുത്രനെ അയച്ച് അവൻ്റെ മേൽ തന്നെ മരണശിക്ഷ ഏറ്റെടുക്കുകയാണ്. ദൈവം തന്നെ ഈ മരണശിക്ഷ ഏറ്റെടുക്കുകയാണ്. അതിലൂടെ എന്ത് സംഭവിക്കുന്നു? അതിലൂടെ മരിച്ചവർ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. 5:25 പറഞ്ഞതാണ് യോഹന്നാൻ. കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. 5:28 പറഞ്ഞതാണ് യോഹന്നാൻ. അത് ഇതാ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. കല്ലറയിലുള്ള ലാസർ കർത്താവിൻ്റെ സ്വരം കേൾക്കുന്നു, ഇല്ലേ? കല്ലറയിൽ അടക്കം ചെയ്ത ലാസർ കല്ലറയിൽ നിന്ന് പുറത്തു വരുന്നു, കബറിടത്തിൽ നിന്ന് പുറത്തു വരുന്നു. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ജായറസിന്റെ മകള്, നായിനിലെ വിധവയുടെ മകൻ, അവരെയൊക്കെ കർത്താവ് ഉയർപ്പിക്കുന്നുണ്ട്. പക്ഷെ അവരെ അടക്കം ചെയ്തതിന് മുമ്പായിരുന്നു ഉയർപ്പിച്ചത്. ഇവിടെ മരിച്ചു, കല്ലറ അടക്കം ചെയ്തു. മാത്രമല്ല 4 ദിവസമായി. 3 ദിവസം അവൻ്റെ ആത്മാവ് ചുറ്റിപ്പറ്റിയൊക്കെ ഉണ്ടാകുമെന്നൊരു യഹൂദ വിശ്വാസം ഉണ്ടായിരുന്നു. ആ കാലയളവും കഴിഞ്ഞു. ശരിക്കും മരിച്ച് അഴുകാൻ തുടങ്ങിയ ഒരാളെയാണ് കർത്താവ് ഉയർപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പറയുന്നത്? അതായത്
യേശുവിൻ്റെ പുനരുത്ഥാനത്തിൽ തെളിയുന്ന ശക്തി, ജീവന്റെ മേലും മരണത്തിൻ്റെ മേലുള്ള അവൻ്റെ ശക്തി, അത് ഇതിലൂടെ ആവിഷ്കരിക്കപ്പെടുകയും പ്രകടമാക്കപ്പെടുകയുമാണ്. അപ്പോൾ മറ്റവരൊക്കെ മരിച്ചതിൻ്റെ പിന്നാലെയാണ് ഉയർപ്പിക്കപ്പെടൽ. ഇവിടെ അതല്ല. അതേസമയം ഓർക്കേണ്ടത് യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ഒരു നിഴല് മാത്രമാണ് ഇവിടെയുള്ളൂ. കാരണം നായലൻ്റെ വിധവയുടെ മകൻ ജായിറസിൻ്റെ മകള് ലാസറസ്, ഇവരൊക്കെ ഇഹലോകത്തിലേക്ക് തിരിച്ചു വന്നേ. അതുകൊണ്ട് ശരിക്കും ഒരു ഉത്ഥാനമല്ല, റെസുറക്ഷൻ അല്ല, റീസുസിറ്റേഷൻ ആണ്. അതായത് ശവത്തിന് ജീവൻ വയ്ക്കുന്നതാണ്. ഇഹലോകത്തിലേക്ക് അവർ വന്നേ. യേശുവിൻ്റെ ഉത്ഥാനം അങ്ങനെയല്ല. അവൻ പുതിയ ജനസുള്ള ജീവനിലേക്ക് പോവുകയാണ്. പിന്നെ എന്തിനാണ് ഇവർ പിന്നെ ഈ ലാസർ പിന്നീട് മരിച്ചുപോയി, ജായിറസിന്റെ മകള് മരിച്ചുപോയി, നായലയുടെ വിധവയുടെ മകൻ പിന്നീട് മരിച്ചുപോയി. പിന്നെ എന്തിനാണ് അവരൊക്കെ ഉയർപ്പിച്ചത്? ജീവന്റെ മേലും മരണത്തിന്റെ മേലും അവന് ശക്തിയുണ്ടെന്ന് ആവിഷ്കരിക്കേണ്ടതുണ്ട്. ജീവന്റെയും മരണത്തിന്റെ നാഥൻ അവനാണ്. ആരെ എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് മരിക്കണമെന്ന് നിശ്ചയിക്കുന്നതും ആരെ എപ്പോൾ എങ്ങനെ ജനിക്കണമെന്ന് നിശ്ചയിക്കുന്നത് അവനാണ്. അപ്പൊ ജീവന്റെ മേലും മരണത്തിന് മേലും അധികാരമുള്ളവൻ അവനാണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സംഭവം, ഈ ലാസറിനെ ഉയർപ്പിക്കുന്ന ആ സംഭവം എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്ന, കല്ലറകളിലുള്ളവർ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്ന, മരിച്ചവർ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. അത് വ്യക്തമാക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും കേൾക്കാനിരിക്കുന്ന സ്വരമാണത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ കൂടി കേൾക്കാം. ഒന്ന്, ബഥാനിയ എന്ന സ്ഥലത്താണ്. ബഥാനിയ യെറൂശലേമിന് തെക്ക് കിഴക്കായി ഒരു 3.5 കിലോമീറ്റർ അകലെയാണ് ഈ ബഥാനിയ. ഒലിവ് മലയുടെ ചെരുവിലാണ്. യെറൂശലേമിനെയും ബഥാനിയയും തമ്മിൽ വേർതിരിക്കുന്ന ഈ ഒലിവ് മലയാണ്. ഇന്ന് ആ സ്ഥലം അറിയപ്പെടുന്നത് എൽ അസാറിയ എന്നാണ്. ലാസർ എന്ന വാക്കിലാണ് എൽ അസാറിയ. അതായത് ബഥാനിയ എന്ന സ്ഥലത്തിൻ്റെ പേര് എൽ അസാറിയായിട്ട് മാറി. കാരണം ലാസറിനെ ഉയർപ്പിച്ച അത്രയും വലിയ സംഭവമായതുകൊണ്ട് ബഥാനിയ എന്ന ആ പേര് തന്നെ മാറി എൽ അസാറിയ എന്ന സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു. ഒന്ന്. രണ്ട്, ലാസർ എന്ന വാക്കിന് എലയാസർ എന്നാണ് ശരിക്കും. എലയാസർ, ദൈവം സഹായിക്കുന്നു എന്നാണ് വാക്കിനർത്ഥം. പക്ഷെ ദൈവം സഹായിച്ചവൻ മരിച്ചു പോവുക ചെയ്തേ, ചെറുപ്പത്തിലേ മരിച്ചുപോയി. പക്ഷേ കർത്താവ് ഉയർപ്പിക്കുന്നു. അവൻ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ മർത്തായും മറിയും അവൻ്റെ പെങ്ങന്മാര് കാനായിലും മറിയും ചെയ്തതുപോലെ, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞതുപോലെ മർത്തായും മറിയും ഒരു സന്ദേശം അയക്കുന്നു ഈശോയ്ക്ക്. ഈശോ ആദ്യം ആ സന്ദേശം, കാനായിലും മറിയത്തിൻ്റെ റിക്വസ്റ്റ്, ആ ആവശ്യം ആദ്യം തിരസ്കരിച്ചു, പക്ഷെ പിന്നീട് ചെയ്തു കൊടുത്തു. മറിയം പറഞ്ഞതുപോലെ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെയും ആദ്യം തിരസ്കരിക്കുന്നു അപേക്ഷ, പക്ഷെ പിന്നീട് കൂടുതൽ മഹത്വത്തിൽ കലാശിക്കുന്ന തരത്തിൽ അവരുടെ അപേക്ഷ സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഈ മർത്തായും മറിയം എന്താണ് സന്ദേശം അയച്ചത്? അങ്ങേക്ക് പ്രിയപ്പെട്ടവൻ രോഗിയായിരിക്കുന്നു. പിന്നെ പറയും അങ്ങേക്ക് പ്രിയപ്പെട്ടവൻ മരിച്ചുപോയി. ഈ അങ്ങേക്ക് പ്രിയപ്പെട്ടവൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ഓൺ ഫിലേയിസ് എന്നാണ്. ഓൺ ഫിലേയിസ്. ഫിലയോ, ഫിലോസഫി എന്നൊക്കെ നമ്മൾ പറയില്ല. ഫിലയോ എന്ന വാക്കിന് സ്നേഹം എന്ന് നമ്മൾ പറഞ്ഞാലും ഇഷ്ടം, പ്രിയം എന്നൊക്കെയാണ് കുറച്ചുകൂടി നല്ല വാക്ക്. സൗഹൃദം. കാരണം അഗാപ്പെ എന്നതാണ് ശരിക്കും സ്നേഹത്തിലുള്ള വാക്ക്. ഇപ്പം നമ്മൾ ഫിലാദൽഫിയ, ഫിലയോ അഡൽഫോയ് ആ വാക്കാണ്. അതായത് സാഹോദര്യ സൗഹൃദത്തിൻ്റെ സഭ എന്നർത്ഥം. വെളിപാട് ദിവസം 3:7-13 ഫിലാദൽഫിയയിലുള്ള സഭ എന്ന് പറയുന്നുണ്ട്. ഈ സൗഹൃദം, നിനക്ക് പ്രിയപ്പെട്ടവൻ, അങ്ങേക്ക് പ്രിയപ്പെട്ടവൻ രോഗിയായിരിക്കുന്നു. ലാസർ രോഗിയായിരിക്കുന്നു എന്നാണോ അവർ പറഞ്ഞത്? അല്ല. ഞങ്ങളുടെ സഹോദരൻ രോഗിയായിരിക്കുന്നു എന്നാണോ പറഞ്ഞത്? അല്ല. പിന്നെന്താണ് പറഞ്ഞത്? അങ്ങേക്ക് പ്രിയപ്പെട്ടവൻ രോഗിയായിരിക്കുന്നു. ഈശോയ്ക്ക് പ്രിയപ്പെട്ടവൻ രോഗിയായിരിക്കുന്നു. ഈശോയ്ക്ക് ആരാണ് പ്രിയപ്പെട്ടവരല്ലാത്തത്? അപ്പോൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായ സകല മനുഷ്യരും രോഗികളായിരിക്കുന്നു. അങ്ങേക്ക് പ്രിയപ്പെട്ടവൻ മരിച്ചുപോയി. കർത്താവിന് പ്രിയപ്പെട്ട ഈ ലോകം മരിച്ചു പോയിരിക്കുന്നു. ദൈവത്തിന് പ്രിയപ്പെട്ടവരെല്ലാം രോഗികളായിരിക്കുന്നു. ദൈവത്തിന് പ്രിയപ്പെട്ടവരെല്ലാം മരിച്ചു പോയിരിക്കുന്നു. ലാസറിൻ്റെ രോഗത്തിൽ ഈ മർത്തായും മറിയും കാണുന്നതും സുവിശേഷം കാണുന്നതും ഈ ലോകത്തിൻ്റെ രോഗാവസ്ഥയും ഈ ലോകത്തിൻ്റെ മരിച്ച അവസ്ഥയുമാണ്. അവിടെ എന്താണ് വേണ്ടത്? അങ്ങേക്ക് പ്രിയപ്പെട്ടവനാണ്, വരൂ, ഞങ്ങൾക്ക് സൗഖ്യം നൽകൂ, ഞങ്ങൾക്ക് ജീവൻ നൽകൂ. ഇത് വളരെ കറക്റ്റല്ലേ? ഇപ്പോൾ എന്തുമാത്രം യുദ്ധമാണ്. യുക്രൈനിലെ യുദ്ധം, ഇറാനിലെ യുദ്ധം, ഇറാൻ്റെ ചുറ്റുവട്ടത്തുള്ള സകല ഗൾഫ് രാജ്യങ്ങളിലും പ്രശ്നം. എല്ലാവിടെയും രോഗാവസ്ഥയും മരണവും യുദ്ധവുമാണ്. ഈ ലോകത്തിലാണ് കർത്താവ് ജനിച്ചതും ജീവിച്ചതും. ഈ ലോകത്തിലാണ് അവൻ കുർബാന സ്ഥാപിച്ച് പോയത്. അതായത് ഈ മനുഷ്യാവതാരം നൈരന്തര്യമാക്കുന്നത് ഈ ലോകത്തിലാണ്. ഈ ലോകത്തെ അവൻ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16. അങ്ങനെ അവൻ സ്നേഹിച്ച, അവന് പ്രിയപ്പെട്ടതായിരിക്കുന്ന ഈ ലോകം രോഗിയായിരിക്കുന്നു. ഈ ലോകം മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടേക്ക് കർത്താവിനെ കൊണ്ടുവരൂ. കർത്താവിനെ കൊണ്ടുവരൂ. കർത്താവിനെ വിളിക്കൂ. കർത്താവിന് ഓരത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. യുദ്ധം ചെയ്യുന്നവരും യുദ്ധത്തിൽ കോപ്പ് കൂട്ടുന്നവരും.
ഒരു കൂട്ടർ ആക്രമിക്കുന്നു, ഒരു കൂട്ടർ ആക്രമിക്കാൻ ഒരുങ്ങുന്നു, ഒരു കൂട്ടർ ഞങ്ങൾ ആക്രമിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾ ആക്രമിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വേറൊരു കൂട്ടർ ആ രാജ്യം ആ രാജ്യത്തെ ഞങ്ങൾ നശിപ്പിച്ചിരിക്കും, ഈ ജനത്തെ ഞങ്ങൾ കൊന്നുകളഞ്ഞിരിക്കും, യഹൂദന്മാരെ ഭൂലോകം നിന്ന് തുടച്ചു മാറ്റും, ക്രിസ്ത്യാനികളെ തുടച്ചു മാറ്റും. ഇങ്ങനെല്ലാം ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് രോഗവും മരണവും യുദ്ധവും അത് മാത്രം മതിയെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടേക്ക് എന്താണ് വേണ്ടത്? കർത്താവിനെ കൊണ്ടുവരണം. കർത്താവിന് സമാധാനം വേണമെങ്കിൽ കർത്താവിനെ കൊണ്ടുവരണം. ഈ രോഗാവസ്ഥയും ഈ മരണാവസ്ഥയും യുദ്ധാവസ്ഥയും മാറണമെങ്കിൽ കർത്താവിനെ കൊണ്ടുവരണം. നമുക്കത് പ്രാർത്ഥിക്കാം. നമ്മൾ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, കലഹപ്രിയരെ ചിതറിക്കണമേ, കലഹപ്രിയരെ ചിതറിക്കണമേ. കലഹപ്രിയരെ ഒന്നിപ്പിക്കണമെന്നോ ചില അച്ഛന്മാർ പ്രാർത്ഥിക്കണേ. അങ്ങനെ കലഹപ്രിയരെ ഒന്നിപ്പിച്ചിട്ടാണ് സഭയിൽ ഒരു സമാധാനം ഇല്ലാത്തത്. ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിൻ്റെ സങ്കീർത്തന വാക്യമാണല്ലോ. സങ്കീർത്തനത്തിൽ എന്താണെന്ന് അറിയോ? സ്കാറ്റർ ദോസ് ഹു ടേക്ക് ഡിലൈറ്റ് ഇൻ വാർ. യുദ്ധം ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരെ ചിതറിക്കാനാണ് പറയണേ. സ്കാറ്റർ ദോസ് ഹു ടേക്ക് ഡിലൈറ്റ് ഇൻ വാർ. യുദ്ധം ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരെ ചിതറിക്കൂ. ഒരുമിച്ച് കൂട്ടുകയല്ല, ചിതറിക്കൂ. ഇതാണ് ശരിക്കുള്ള പ്രാർത്ഥന. അപ്പൊ കർത്താവിനെ കൊണ്ടുവരികയും ഇങ്ങനെ ഈ കലഹപ്രിയരായ മനുഷ്യരെ ചിതറിക്കുകയും ചെയ്താലേ സഭയിലും സഭയ്ക്ക് പുറത്തും ലോകത്തിലും രോഗം മാറൂ, രക്ഷയുണ്ടാകൂ, സമാധാനം വരൂ. നമുക്കത് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. പ്രത്യേകിച്ചും ഈ നോമ്പ് കാലത്ത് നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.